വരുന്നുണ്ട്. എന്തുകൊണ്ടാന്നൊന്ന് പറഞ്ഞുതരാം. അല്ല, ഈ ഉറക്കത്തിൽ ഞെട്ടി ഉണരും എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഉറക്കത്തിൽ ഞെട്ടി ഉണരാറുണ്ടോ? ഇല്ലല്ല, വല്ലപ്പോഴും ഇങ്ങനെ 2-3 മാസത്തിലൊരിക്കൽ അങ്ങനെയൊക്കെയുള്ളൂ ഇപ്പൊ. ഉള്ളൂ. കുട്ടികള് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളെ അവർ തിരിച്ചു വരുന്നതിന് വരെ എല്ലാ ദിവസവും നിങ്ങൾ ടെൻഷൻ അനുഭവിക്കാറുണ്ടോ? ചില ദിവസം പെട്ടെന്ന് അങ്ങനെ ടെൻഷൻ വീഴോ അങ്ങനെയൊക്കെയുള്ള ടെൻഷനായിരുന്നു ചെറിയ കുട്ടിയാകുമ്പോ. ഇപ്പൊ വണ്ടിയിലൊക്കെ പോകുന്നോണ്ട് ഭയങ്കര പേടിയാണ്. ബൈക്കിലൊക്കെ എങ്ങനെയൊക്കെ ആരുടെങ്കിലും കൂടെ പറഞ്ഞിടാനൊക്കെ പേടിയാണ്. എത്ര വയസ്സുള്ള കുട്ടിയാണ്? 8 വയസ്സുള്ള കുട്ടിയാണ്. ഓക്കെ. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. ഒരു അമ്മയ്ക്ക് ഉണ്ടാകുന്ന സഹജമായ വികാരങ്ങൾ മാത്രമാണിത്. കുട്ടി സ്കൂളിൽ പോകുമ്പോ പ്രത്യേകിച്ച് ബൈക്കിലാ പോകുന്നെങ്കിൽ എല്ലാ അമ്മമാർക്കും വിഷമം തോന്നാം. പിന്നെ വല്ലപ്പോഴുമാണ് ഉറക്കത്തിൽ ഞെട്ടി ഉണരുന്നെങ്കിൽ അതും ഒരു വലിയ പ്രശ്നമായി കരുതണ്ട. പിന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ സങ്കല്പിച്ചു വിട്ടാ അങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ. നിങ്ങൾ ജോലി ചെയ്യുന്ന ആളാണോ? ഇല്ല, ഹൗസ് വൈഫാണ്. ഓക്കെ. അപ്പൊ അതും മറ്റൊരു കാര്യമാണ്. എന്തെങ്കിലും ഒരു പ്രവൃത്തിയിൽ വ്യാപൃതയായിട്ടിരിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ പലതും ഒഴിവായി കിട്ടും. മനസ്സിലായോ? കുട്ടികളെ സ്കൂളിൽ വിട്ടതിന് ശേഷം നിങ്ങൾക്ക് ചിന്തിച്ചു കൂട്ടാൻ ഒരുപാട് സമയമുള്ളത് കൊണ്ടാണ് ഈ പകുതി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. ചെറുപ്പത്തില് ഫിക്സ് ഒക്കെ വന്നിരുന്ന കുട്ടികളായിരുന്നു. അപ്പൊ എപ്പോഴും ടെൻഷൻ. ഓക്കെ. അതിന് ഇപ്പൊ പ്രശ്നമുണ്ടോ? ഫിക്സ് ഉണ്ടോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. ചെറിയ കുട്ടിക്ക് ഉണ്ടായിരുന്നു, കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അതിന് കുട്ടിക്കാണോ ഫിക്സ്? അതോ നിങ്ങൾക്കാണോ? അല്ല, കുട്ടിക്കാണ്. ഓക്കെ. അപ്പൊ വളരെ നോർമൽ ആണല്ലോ. കുട്ടിക്ക് ഫിക്സ് ഉണ്ട്. കുട്ടിയെ അങ്ങനെയുള്ള ഒരു കുട്ടിയെ വെളിയിലേക്ക് വിടുമ്പോൾ നോർമലി നിങ്ങൾക്ക് തോന്നാവുന്ന വിഷമങ്ങൾ മാത്രമാണിത്. അതൊരു വലിയ ബുദ്ധിമുട്ടുള്ള അവസ്ഥയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, എന്തെങ്കിലും ആക്ടിവിറ്റിയിൽ പൂർണ്ണമായിട്ട് മുഴുകുക എന്നുള്ളതാണ്. കുട്ടികളെ വിട്ടതിന് ശേഷം എന്തെങ്കിലും ജോലി ഏർപ്പെടുക. സംശയം മാറിയെന്ന് വിശ്വസിക്കുന്നു. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമ്മൾ ബിഞ്ച് ഈറ്റിങ്ങിനെ കുറിച്ച് സംസാരിച്ചു. ബിഞ്ച് ഈറ്റിംഗ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഭക്ഷണം വളരെയേറെ കഴിക്കുക. വളരെയേറെ കഴിച്ചതിന് ശേഷം മറ്റേ രണ്ട് കൂട്ടർ കാണിക്കുന്ന പോലെ വോമിറ്റിംഗ് ഇൻഡ്യൂസ് ചെയ്യുന്നില്ല. ഈ പറയുന്നത് തന്നെ ഈ ഭക്ഷണങ്ങളെല്ലാം അകത്ത് ചെന്ന് ഒബീസിറ്റി, അമിതവണ്ണം ഉണ്ടാകുക. അമിതവണ്ണം ഉണ്ടാകുമ്പോൾ അതിന്റെ കൂടെ ആയിട്ട് വരുന്ന കൊളസ്ട്രോളോ അല്ലെങ്കിൽ ഡയബറ്റീസ്, പിന്നെ മറ്റുള്ള രോഗങ്ങള്, കാലിന് ബുദ്ധിമുട്ടുണ്ടാവുക, നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക, പാൽപിറ്റേഷൻ, ഇതെല്ലാം കൂടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും ഈ പറഞ്ഞ മറ്റു കൂട്ടർക്കുള്ള മാനസികമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും. കാരണം ഈ ചെയ്യുന്നത് തെറ്റാണെന്ന് ഇവർക്കറിയാം. പക്ഷെ ഭക്ഷണം നിയന്ത്രിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇവർക്ക് ഈ ചെയ്യുന്നത്. അപ്പൊ ഈ മറ്റു രണ്ട് കൂട്ടരെക്കാളും സൂയിസൈഡിൽ എത്താനുള്ള ഒരു സാധ്യത മൂന്നാമത്തെ ഡോക്ടർ, ഈ ഹൈപ്പോകോൺട്രിയാസിസ് എന്നുള്ള അവസ്ഥ എന്താണ്? ഓക്കെ. ഹൈപ്പോകോൺട്രിയാസിസ് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു രോഗത്തെ പറ്റി ആരെങ്കിലും പറഞ്ഞു കേട്ടു. സപ്പോസ് എന്റെ മൂക്കിൽ നിന്ന് ഇടയ്ക്ക് രക്തം വന്നു. ഓക്കെ. മൂക്കിൽ നിന്ന് രക്തം വരുന്നത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവും. അത് സൈനസൈറ്റിസ് ആകാം, അല്ലെങ്കിൽ മൂക്കിൽ എന്തെങ്കിലും ചെറിയ മുറിവുണ്ടായിട്ടാകാം, അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കുണ്ടാവും, എന്തെങ്കിലും മറ്റെന്തെങ്കിലും കാരണങ്ങൾക്കുണ്ടാവും. ലുക്കീമിയ, ബ്ലഡ് ക്യാൻസർ കൊണ്ടും ഉണ്ടാകാം. പക്ഷെ എവിടെയെങ്കിലും കേട്ടു എന്ന് വിചാരിക്കുക ബ്ലഡ് ക്യാൻസർ കൊണ്ടാണ്, ബ്ലഡ് ക്യാൻസറിന്റെ ഒരു ലക്ഷണമായിട്ട് മൂക്കിൽ നിന്ന് രക്തം വരുന്നു എന്ന് കേട്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അന്ന് തൊട്ട് ഈ ഒരു ആശയം ഇവരുടെ മനസ്സിൽ കയറുകയാണ്. ബ്ലഡ് ക്യാൻസർ എന്ന് പറഞ്ഞ ഒരു ഇത്രയധികം റൊമാൻറ്റിക് ആയിട്ട് ചിത്രീകരിക്കപ്പെട്ടേക്കുന്ന ഒരു രോഗമാണല്ലോ. അപ്പൊ ഈ ഒരു സാധനം മനസ്സിൽ പല ചിത്രങ്ങളിലെ മെയിൻ ഇതിവൃത്തം എന്ന് പറയുന്നത് ലുക്കീമിയാണ്. അപ്പൊ ഈ താനൊരു ലുക്കീമിയ പേഷ്യന്റ് ആണെന്ന് കരുതി ജീവിക്കുക. അപ്പൊ ഇവര് ഒരു ഡോക്ടറിൽ നിന്ന് മറ്റൊരു ഡോക്ടറുടെ അടുത്തേക്ക് പോകും. അപ്പൊ ഇവരെ ഫിസിക്കലായിട്ട് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലായി ഇവർക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ അവർ ചെക്ക് ചെയ്യുമ്പോൾ പ്രശ്നമില്ല എന്ന് കരുതുന്നത് ഡോക്ടറിന് പറ്റിയ അബദ്ധമായിട്ട് മാത്രമേ ഇവർ കാണുള്ളൂ. അടുത്ത ഡോക്ടറിലേക്ക് പോകും. പിന്നെ ഇവർ ഈ രോഗത്തിൽ ജീവിച്ച ഒരു ലുക്കീമിയ പേഷ്യന്റ് എന്തൊക്കെ ചെയ്യുവോ അതെല്ലാം ഇവർ ചെയ്യും. അവർക്ക് അവരുടെ വികാരങ്ങളിലും അവരുടെ പ്രവൃത്തികളിലും എല്ലാം ഈ രോഗത്തിന്റെ ആ ഒരു പ്രതിഫലനം ഉണ്ടാവും. അങ്ങനെ ഇത് ഞാൻ പറഞ്ഞ ഒരു രോഗം മാത്രമല്ല, ഏത് രോഗമായാലും ഒരു പ്രത്യേക രോഗത്തെ പറ്റി അമിതമായ എനിക്കതുണ്ട് എന്ന് കരുതി ആ രോഗത്തിൽ ജീവിക്കുകയാണ് ഹൈപ്പോകോൺട്രിയാസിസ്. പലപ്പോഴും ഈ പലയിടത്തും വായിച്ചതും എല്ലാം കണ്ടിട്ട് അതെ, ഏതെങ്കിലും ഒരു മാഗസിനകത്തുള്ള ഹെൽത്ത് മാഗസിൻസ് എല്ലാം വായിക്കുക. അപ്പൊ അമിതമായി ഇവിടുന്നും പലതരത്തിലുള്ള ഇൻഫർമേഷൻ മനസ്സിലേക്ക് കയറുക. എന്നതിന് ശേഷമാണ് ഇവരങ്ങ് ഒരു ധരിച്ചു വെച്ചിരിക്കുകയാണ്. ഓക്കെ പറയൂ ഡോക്ടർ. നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം ഏകദേശം പൂർണ്ണമാകുകയാണ്.